കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതിൽ 25,000 രൂപ പിഴയടിച്ച് ഗായകൻ എം.ജി. ശ്രീകുമാർ. വിനോദസഞ്ചാരി പകർത്തിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുളവുകാട് പഞ്ചായത്ത് പിഴയടയ്ക്കാൻ ഗായകന് നോട്ടീസ് നൽകിയത്. വിവരങ്ങളുമായി PS വിമൽ ചേരുന്നു. വിമൽ, ഈ കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞത് എം.ജി. ശ്രീകുമാർ തന്നെയാണോ? കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞത് എം.ജി. ശ്രീകുമാർ ആണോ എന്ന് ദൃശ്യത്തിൽ വ്യക്തമല്ല. പക്ഷേ ആ മാലിന്യം വന്ന് വീണത് എം.ജി. ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നാണ്. ആ ദൃശ്യം ഒരു വിനോദസഞ്ചാരി, കായലിലൂടെ ബോട്ട് യാത്ര നടത്തുകയായിരുന്ന ഒരു വിനോദസഞ്ചാരി ആ ദൃശ്യം അടിപൂക്കുറ്റി. അങ്ങനെ 25,000 രൂപ ഒരു മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എം.ജി. ശ്രീകുമാർ, അതായത് എം.ജി. അണ്ണൻ മുടക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ കൊച്ചിയിലെ ഇദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് കായലോട് ചേർന്നിട്ടാണ്. അപ്പോൾ കായലോരത്തോട് ചേർന്നിരിക്കുന്ന ഈ വീട്ടിൽ നിന്നും എന്തോ ഒരു പൊതി എടുത്ത് കായലിലേക്ക് ഇട്ടു. അപ്പോൾ ഈ പൊതി എന്ന് പറയുന്നത് മാങ്ങയുടെ പൊതിയാണെന്നാണ് എം.ജി. ശ്രീകുമാർ പറയുന്നത്. എന്തായാലും വിനോദസഞ്ചാരികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എം.ജി. ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്നും ഒരു പൊതി വെള്ളത്തിലേക്ക് പോകുന്നത്. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കേരളത്തിൽ എവിടെ ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നതിന്റെ ഫോട്ടോ ഒന്നുകിൽ ആളെ കിട്ടണം, അല്ലെങ്കിൽ വണ്ടി വെഹിക്കിൾ നമ്പർ കിട്ടണം. ആളെ ഐഡന്റിഫൈ ചെയ്ത് 10,000 രൂപ, വെള്ളത്തിലാണെങ്കിൽ 1 ലക്ഷം ഫൈൻ ഈടാക്കും. ഫൈൻ ഈടാക്കിയിട്ട് ഇൻഫോർമർക്ക് അതിന്റെ 1/4 കൊടുക്കും, റിവാർഡ് കൊടുക്കും. അങ്ങനെ ഞാനൊരു കൃത്യം കണക്കെടുക്കണം. ആകെ എന്തായാലും ഇത് കറക്റ്റ് നമ്മുടെ വിനോദസഞ്ചാരികളുടെ ക്യാമറയിൽ തന്നെ ഇത് കുടുങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവർ കാണാതെ എത്ര പ്രാവശ്യം ഇവർ ഇട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് നമ്മുടെ എം.ജി. അണ്ണൻ പറയുന്നുണ്ട്. നമ്മുടെ എം.ജി. അണ്ണൻ എന്താണ് ഈ പറയുന്ന 25,000-ത്തെക്കുറിച്ചും വീട്ടിൽ നിന്നും കായലിലേക്ക് തെറിച്ചു വീണ ആ ഒരു മാങ്ങ പൊതിയെക്കുറിച്ചും പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഞാൻ 28-29 തീയതികളിൽ ഞാൻ ട്രിവാൻഡ്രത്ത് എനിക്ക് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, CM-ന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞു, ഇതുപോലെ വീട് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 1-2 പേര് വരുന്നു എന്ന് പറഞ്ഞ് വീട് തുറന്നു കൊടുത്തു. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ആ ബോൾഗാട്ടിലുള്ള വീട്ടിൽ ഏകദേശം ഒരു 10 ദിവസത്തിൽ കൂടുതൽ കാണാറില്ല. പിന്നെ അങ്ങനെ അവിടെ വലിയ മാലിന്യമൊന്നും ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഫ്ലവേഴ്സിൻ്റെ ഷൂട്ടിലാണ്, ഞാൻ ക്രൗൺ പ്ലാസയിലാണ്, പിന്നെ ഗാനമേളയ്ക്ക് പോകും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു മാലിന്യം എന്ന് പറയുന്ന ഒരു മാവുണ്ട്. ആ മാവിൽ നിന്ന് കുറേ മാങ്ങ വീഴും. അത് വെള്ളത്തിലോട്ടും വീഴും, അകത്തും വീഴും. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും കുറേ ആൾക്കാർ വന്നിട്ട് അവിടെ പേപ്പർ എഴുതി വെച്ചു, 25,000 രൂപ മാലിന്യം ഒഴിക്കുന്നു. അപ്പം ഞാൻ തക്കിച്ചില്ല. കാരണം ചെയ്തത് എൻ്റെ അവിടെ നിന്നൊരു സെർവൻ്റാണ്. ആ സെർവൻറ്റിന് അറിഞ്ഞൂടായിരുന്നു അണ്ണാൻ കടിച്ചു വീണ ഒരു മാങ്ങയും കൂടെ തറയിൽ ചെതറി കിടന്നപ്പോൾ അതെടുത്ത് ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെള്ളത്തിലോട്ടിട്ടു. തെറ്റാണ്, സത്യത്തിൽ അത് അവർക്ക് അറിഞ്ഞൂടാതെ ചെയ്തതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മുടെ എം.ജി. അണ്ണനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം തെറ്റ് പറ്റിപ്പോയി. അതായത് തെറ്റ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമതുള്ള കാര്യമാണ്. ഇതിപ്പോൾ കണ്ടതുകൊണ്ട്, അതായത് വീഡിയോയിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും പറ്റിപ്പോയ തെറ്റിനെ ഇദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് എത്രയാണോ ഇവർ പിഴ പറഞ്ഞിട്ടുള്ളത് 25,000 രൂപ, 25,000 രൂപയും അടച്ചിട്ടാണ് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഐ എം റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് എനിക്ക് എഴുതുന്ന 25,000 രൂപ ഞാൻ പിഴയായിട്ട് അടച്ചു. CM-ന്റെ ഒരു സ്ലോഗനുണ്ട്, മാലിന്യ വിമുക്ത കേരളം. അപ്പോൾ അത് എൻ്റെ മനസ്സിലുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നതാണ്. ഞാൻ ഒരിക്കലും ഒരു പേപ്പറോ ഇതെടുത്തിട്ട് ഞാൻ വെളിയിൽ കളയോ അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പക്ഷേ ഇത് അറിയാതെ എൻ്റെ വീട്ടിലുള്ള സെർവൻറ്റ് ഈ മാങ്ങ അണ്ണാനോ കിളിയോ കൊത്തി കിടന്നപ്പോഴത്തേക്ക് അത് എടുത്ത് വെള്ളത്തിലോട്ടിട്ട് ചെറിയ പൊതി ആരോ എടുത്ത് വീഡിയോ എടുത്ത് കൊടുത്തു. അതിന് ഞാൻ പിഴയടച്ചു. അപ്പോൾ എന്തായാലും ഒരു മാങ്ങാണ്ടിക്ക് 25,000 രൂപ എന്ന് പറയുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പിഴ. സത്യം, ഒരു മാങ്ങയ്ക്കും മാങ്ങാണ്ടിക്കും എം.ജി. ശ്രീകുമാർ മുടക്കിയത് 25,000 രൂപ. ഇനിയിപ്പോൾ അതൊരു മാങ്ങാണ്ടി തന്നെയാണോ അതോ മാങ്ങ തന്നെ ആണോ എന്നറിയില്ല. ആ പൊതി കണ്ടിട്ട് അത്ര ഇത് തോന്നുന്നില്ല. എന്തായാലും പിഴയടച്ചല്ലോ. ഇനിയിപ്പം മാങ്ങാണ്ടി അല്ല, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിലും പൈസ കൊടുത്തത് തീർത്ത സ്ഥിതിക്ക് നമുക്കിനി അതിനെക്കുറിച്ചൊന്നും കുറ്റം പറയാനില്ല. ഏതായാലും എം.ജി. ശ്രീകുമാർ നമ്മുടെ സമൂഹത്തിന് നൽകിയിരിക്കുന്നത് നല്ലൊരു സന്ദേശമാണ്. അതായത് ഒന്നിനും എതിര് പറയാതെ ഇവരെത്രയാണോ പിഴ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞത് ആ പിഴ അടച്ച് എന്തായാലും മാതൃക കാട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ ക്യാമറയിൽ കുടുങ്ങിയില്ലായിരുന്നെങ്കിൽ ഇവരിത് സ്ഥിരം ചെയ്തു പോകില്ലായിരുന്നോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അതൊക്കെ പിന്നെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ കണ്ട് പിഴ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞ് പിഴ അടിച്ചു. പക്ഷേ ഈ പറയുന്ന എം.ജി. ശ്രീകുമാറിൻ്റെ വീട്ടിലെ
സെർവൻ്റാണ് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പാവം സെർവൻറ്റിൻ്റെ 2 മാസത്തെ ശമ്പളം ഇവർ പിടിക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും എം ജി അണ്ണൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എം ജി അണ്ണൻ ഒരു നല്ലൊരു മനുഷ്യനാണ് എന്നുള്ളതാണ് എം ജി ശ്രീകുമാറിനെ അറിയുന്നവർ പറഞ്ഞറിഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എം ജി ശ്രീകുമാറിൻ്റെ വീട്ടിൽ പണിക്ക് നിൽക്കുന്നവരെല്ലാം അവർ നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നും അവരെല്ലാം സ്വന്തം ആളുകളെ പോലെ തന്നെയാണ് എം ജി അണ്ണൻ കാണുന്നത് എന്നുള്ളതാണ് നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു രഹസ്യ വിവരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സെർവൻറ്റിൻ്റെ കയ്യിൽ നിന്നും 25,000 പിടിക്കും എന്നൊന്നും തോന്നില്ല. എന്തായാലും ഒരു മാങ്ങയ്ക്കും മാങ്ങാണ്ടിക്കും വേണ്ടി നമ്മുടെ എം ജി അണ്ണൻ മുടക്കിയത് 25,000 രൂപ. ഇനിയിപ്പോൾ ഒരു സാധാരണക്കാരനെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനല്ലേ? സാധാരണക്കാരനൊക്കെ ഇങ്ങനെ കായലോരത്ത് ഇങ്ങനെ വലിയൊരു വീടൊക്കെ വെക്കുമോ? തോന്നില്ല. എന്നാലും സാധാരണക്കാരനൊക്കെ ആണെങ്കിൽ 25,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടു പോകും മോനെ. എന്തായാലും ഇത് എല്ലാവർക്കും ഒരു പാഠമായിക്കോട്ടെ എന്നാണ് എം ജി അണ്ണൻ പറയുന്നത്. കാരണം വീടിന് മുമ്പിൽ കിടക്കുന്ന മാങ്ങയാണെങ്കിലും മാങ്ങാണ്ടി ആണെങ്കിലും വേറെ എന്താണെങ്കിലും തൊട്ട് മുന്നിൽ കാണുന്ന പുഴയിലേക്കോ കായലിലേക്കോ തള്ളാൻ പാടില്ല. അങ്ങനെ തള്ളിയിട്ടുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും ഒരു അദൃശ്യ ശക്തി വന്നിട്ട് ഇത് പിടിക്കും എന്നുള്ളതാണ് എം ജി അണ്ണൻ പറയുന്നത്. ഏതായാലും കൊള്ളാം. ഒരു മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് 25,000 രൂപ മുടക്കിയ എം ജി അണ്ണൻ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം മാലിന്യമുക്ത കേരളം എന്നുള്ള നമ്മുടെ കേരള സർക്കാരിൻ്റെ ആ ഒരു പദ്ധതിക്ക് എന്തായാലും ഇതോടുകൂടി നല്ലൊരു അഡ്വർടൈസ്മെൻറ്റും ആയിട്ടുണ്ട്. ഫ്രീ ആയിട്ടൊരു പ്രൊമോഷനും കൂടെ കിട്ടിയിട്ടുണ്ട്. എനിവേ എന്തായാലും ഈ പറയുന്ന എം ജി ശ്രീകുമാറിനെ എല്ലാം വിളിച്ച് ഒരു പരസ്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മാലിന്യമുക്ത കേരളം എന്നുള്ള ആ ഒരു പരസ്യം ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് മുടക്കേണ്ടി വരും. ഇതിപ്പം ഫ്രീ ആയിട്ട് 25,000 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് എം ജി ശ്രീകുമാറിനെ കൊണ്ട് ഒരു പരസ്യം നമ്മുടെ കേരള സർക്കാർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും എം ജി ശ്രീകുമാർ 25,000 രൂപ കൊടുത്ത് മാങ്ങ മേടിച്ചതിനെക്കുറിച്ച് മാങ്ങ കളഞ്ഞതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.